നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1, 2026 ഞായർ. അങ്ങനെ നമ്മൾ മാർച്ച് മാസത്തെ ആദ്യ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായും 9 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ 2% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ ഇന്ത്യൻ രൂപയ്ക്കും അമേരിക്കൻ ഡോളറിനെതിരെ നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഈ ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ആദ്യമായി തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം തന്നെയാണ്. ഇന്നലെ ശനിയാഴ്ച ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ആദ്യ ആക്രമണം നടത്തുകയും തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരായിട്ടും യുഎസിന്റെ നേവൽ ബേസ് ഉള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും എസ്പെഷ്യലി സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, കുവൈത്ത്, യുഎഇ തുടങ്ങിയ യുഎസ് ബേസ് ഉള്ള ഒട്ടുമിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും ഇറാന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ ആക്രമണവും വരികയുണ്ടായി. മാത്രമല്ല, ആക്രമണം നിലവിൽ തുടർന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ ജനവാസ മേഖലയിലേക്കും ഇറാന്റെ ഭാഗത്ത് നിന്നും ആക്രമണം തുടരുന്നുമുണ്ട്. യുദ്ധത്തിൽ മരണപ്പെട്ട ഏവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം യുദ്ധം ഉടനടിയൊന്നും അവസാനിക്കുകയില്ല. ഒരുപക്ഷെ ആഴ്ചകളോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്നുള്ള വിലയിരുത്തലുകളാണ് വരികയും ചെയ്യുന്നത്. ആയതിനാൽ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ കെടുതികൾ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് എല്ലായിടത്തും സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. നാളെ രാവിലെ 6:30 ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് അറിയാൻ പറ്റും നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് റേഞ്ചും. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം ബാധിക്കുന്നത് ഇറാനും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് ഒക്കെ എസ്പെഷ്യലി മാർക്കറ്റിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. മാർക്കറ്റ് ഹൈലി വോൾട്ടൈലും ആയിരിക്കും. ഈ വരുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന് ആകെ 4 ട്രേഡിംഗ് സെഷനുകളെ ഉണ്ടായിരിക്കുകയുള്ളൂ. മാർച്ച് 3 ചൊവ്വാഴ്ച ഹോളിയോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയുമായിരിക്കും. നിഫ്റ്റിയുടെ ഈ മാസത്തെ ആദ്യ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി നാളെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓൾറെഡി വീക്കിലി എക്സ്പയറിയും കൂടാതെ നിലവിൽ നിലനിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യം മൂലവും ഹൈ വോൾട്ടൈലിറ്റിയും നാളെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം യുഎസ് മാർക്കറ്റിൽ നിന്നും എൻവിഡിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ടുള്ള യുഎസ് മാർക്കറ്റിന്റെ പ്രതികരണവും തുടർന്ന് എൻവിഡിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിന് ശേഷമുള്ള പ്രതികരണവും കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിനെ യുഎസ് മാർക്കറ്റ് കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കും. കാരണം നിലവിൽ യുഎസിലെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുന്നതിനാൽ തന്നെ യുഎസ് മാർക്കറ്റുകളും നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം പിന്നീടുള്ള ഗ്ലോബൽ മാർക്കറ്റുകളും അടച്ച ശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി അതിരൂക്ഷമാവുകയും ചെയ്തത്. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായ ഉയർച്ച നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നാളെ മുതൽ വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വ്യാപാരം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ അതിശക്തമായ ഉയർച്ചയും ഇവയുടെ വിലയിൽ അനുഭവപ്പെട്ടേക്കാം. കാരണം ലോക മാർക്കറ്റിലേക്ക് വരുന്ന ക്രൂഡ് ഓയിലിന്റെ 31% ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നതും. അതുകൊണ്ട് തന്നെ ഓയിലിന്റെ സപ്ലൈക്ക് യുദ്ധം വിഘാതം ഏൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവ ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വില അതിശക്തമായി തന്നെ കുതിച്ചു വരുവാനും ഇടയാക്കും. ഇത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച എണ്ണ ഖനനം നടത്തുന്ന കമ്പനികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. കൂടാതെ ക്രൂഡ് ഓയിലിനെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന പെയിന്റ്, ടയർ മേക്കിംഗ് ഫേംസിന് വലിയൊരു തിരിച്ചടിയും ഈ ഒരു പ്രതിസന്ധി സമ്മാനിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ നിക്ഷേപകരെ ഞെട്ടിച്ചുകൊണ്ട് 7,536 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. ഇതിനെ തുടർന്ന് ഈ വർഷം ജനുവരിയിൽ 41,435 കോടി രൂപയ്ക്കും തുടർന്ന് ഫെബ്രുവരിയിൽ നേരിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും 6,640.78 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ലേഴ്സ് ആയിട്ടാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടരുകയുമുണ്ടായത്. തൽഫലമായി കഴിഞ്ഞ വർഷം ജൂലൈക്ക് ശേഷം തുടർച്ചയായി ഇത് 8ാമത്തെ മാസവും അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുകയുമുണ്ടായി. എന്നാൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2023 ജൂലൈക്ക് ശേഷം തുടർച്ചയായി ഈ മാസവും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 38,423.11 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിക്കൊണ്ട് ബയേഴ്സ് ആയിട്ട് തുടരുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ ആക്ഷൻസ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതാനും ആഴ്ചകളായി ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതിശക്തമായി ദുർബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എഐയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഭീഷണികൾ തന്നെയാണ്. ഇതിനെ തുടർന്ന്
തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിലും ആദ്യ ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ IT മേഖലയ്ക്ക് അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. മാത്രമല്ല നിഫ്റ്റി ITക്ക് 30,000 എന്ന സൈക്കോളജിക്കൽ ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി, ഫ്രഷ് 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. എന്നാൽ തുടർന്ന് ബുധൻ, വ്യാഴം, വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ IT മേഖലയ്ക്ക് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായിരുന്നു. മാത്രമല്ല പുതിയ റിപ്പോർട്ട്സുകൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വരികയുണ്ടായി. US പ്രസിഡന്റ് ട്രംപ് ആന്ത്രോപിക്കിനെ US ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും ബാൻ ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് വരികയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ AI ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. നിലവിലെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ചില സെക്ടറുകൾ പ്രധാനമായും ഈ വരുന്ന ആഴ്ചയിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, കൂടാതെ എണ്ണ ഖനനം നടത്തുന്ന മേഖലയിലുള്ള കമ്പനികളും, മാത്രമല്ല പെയിൻ ടയർ സെക്ടറിലുള്ള കമ്പനികളും. ഇതുകൂടാതെ നിലവിൽ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒട്ടുമിക്ക രാജ്യങ്ങളും അവയുടെ വ്യോമഗതാഗതം അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ അത് എയർലൈൻ സ്റ്റോക്കുകളെയും ടൂറിസം മേഖലയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഇന്ത്യയുടെ GDP ഡേറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്വാർട്ടറിലെ 7.4% നിന്നും തേർഡ് ക്വാർട്ടറിലേക്ക് വന്നപ്പോൾ 7.8% ഇന്ത്യയുടെ GDP വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് റോബസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് റിലീസ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. എന്നാൽ പിന്നീട് വൈകുന്നേരം 7 മണിയോടുകൂടി US നിന്നും റിലീസ് ചെയ്യപ്പെട്ട PPI ഡേറ്റ മാർക്കറ്റിനെ നിക്ഷേപകരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഡിസംബറിലെ 0.6% നിന്നും 0.8% എന്ന നിലയിലായിട്ടാണ് USന്റെ PPI ജനുവരി മാസത്തെ റിലീസ് ചെയ്യുകയും ഉണ്ടായത്. എങ്കിലും ഇവയുടെ പ്രതിഫലനത്തെ പ്രതിഫലിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടിയിട്ടും നിലവിലെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അവയെ വൈപ്പ് ഔട്ട് ആക്കാനും ഉള്ള സാധ്യതകൾ ഏറെ തന്നെയാണ്. വെള്ളിയാഴ്ച ഉണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് നിലവിൽ ആകെ ഉണ്ടായിരുന്ന 200-day EMAയിലുള്ള സപ്പോർട്ടും നഷ്ടപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ ആദ്യമായി തന്നെ 25,350 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ ലെവലിലായിട്ടാണ് നിലവിൽ നിഫ്റ്റിയുടെ 200-day EMA നിലനിൽക്കുന്നതും. അതിനാൽ തന്നെ ഒരുപക്ഷെ ഈ ലെവലിൽ നിഫ്റ്റിക്ക് അതിശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. അതേസമയം 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ ആണെങ്കിലും നിലവിൽ നിലനിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ താഴോട്ടുള്ള നിഫ്റ്റിയുടെ പ്രയാണം നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഫെബ്രുവരി മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിലുള്ള താരിഫ് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പുതിയ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 2 രൂപയ്ക്ക് അടുത്ത് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. പിന്നീട് തുടർന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയിൽ ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുവാനും സാധിച്ചെങ്കിൽ അവസാന ആഴ്ചയായിരുന്ന കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി 91 എന്ന ലെവലിലേക്കും ഇന്ത്യൻ രൂപയ്ക്ക് എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. ആയതിനാൽ തന്നെ ഈ വരുന്ന ആഴ്ചയിലും ഒരുപക്ഷെ 90.91നും 91.08 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ട് US ഡോളറിനെതിരെ വ്യാപാരം നടത്തിയേക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും വെച്ച് പുലർത്തുന്നതും. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളോ അധികം നിലനിൽക്കാത്ത ഒരു ആഴ്ചയാണെങ്കിൽ ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നിന്നും മാനുഫാക്ചറിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ തുടങ്ങിയ ഡേറ്റകൾ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റകൾ നിറഞ്ഞൊരാഴ്ചയിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നതും. സമയത്തിന്റെ പരിമിതി മൂലം ഓരോന്നും എടുത്തു പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. കൂടാതെ ഈ വരുന്ന ആഴ്ചയിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും നിലനിൽക്കുന്നുണ്ട്. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന് വലിയൊരു ആക്ടിവിറ്റീസ് ഒന്നും തന്നെയില്ല. ആകെ 1087 കോടി രൂപ മൂല്യം വരുന്ന സെഡമാക് മെക്കട്രോണിക്സിന്റെ ഒരു IPO മാത്രമേ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നുമുള്ളൂ. എന്നാൽ അതേസമയം SME സെഗ്മെന്റിലേക്ക് 9 IPOസിന്റെ ലിസ്റ്റിംഗ് നടക്കും. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. എന്നിരുന്നാൽ കൂടിയിട്ടും ഏറ്റവും അധികം സ്വാധീനിക്കുക യുദ്ധത്തിന്റെ ഗതിവിധികൾ തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി ഗ്രൂപ്പ്
കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം വഴി ഗുജറാത്തിലെ മുദ്ര പ്ലാന്റിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അതായത് 91.2 മീറ്റർ വിൻഡ് ടർബൈൻ ബ്ലേഡുകൾ കമ്പനി നിർമ്മിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സൈഡസ് ലൈഫ് സയൻസ് കുഷ്ഠരോഗത്തിനെതിരായ ജനറിക് മരുന്നുകൾ വിപണിയിൽ എത്തിക്കുവാൻ US FDA കമ്പനിക്ക് അംഗീകാരം നൽകി. ഫിനോ പേയ്മെന്റ് ബാങ്ക് കമ്പനിയുടെ MD-യും CEO-യുമായ ശ്രീ ഋഷി ഗുപ്തയെ വെള്ളിയാഴ്ച CGST SGST നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെബി മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് NSE-യിൽ നിന്നും BSE-യിൽ നിന്നും 5.42 ലക്ഷം രൂപ വീതം പിഴ ചുമത്തുകയുണ്ടായി. ഭാരത് ഇലക്ട്രോണിക്സ് ₹1.95 പെർ ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. മാർച്ച് 5, 2026 ആണ്, അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുന്നത്. GTL ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെ CBI സമർപ്പിച്ച 4063.31 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് വീഴ്ച FIR ബോംബെ ഹൈക്കോടതി റദ്ദാക്കുകയുണ്ടായി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ 2025 ഡിസംബർ പാദത്തിലെ ബോർഡ് കോമ്പോസിഷൻ പാലിക്കാത്തതിന് BSE-യിൽ നിന്നും NSE-യിൽ നിന്നും കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചു. ഈ രണ്ട് എക്സ്ചേഞ്ചുകളിൽ നിന്നും 5,42,800 രൂപ വീതം പിഴയും പ്ലസ് GST പിഴയും ചുമത്തുകയുണ്ടായി. അദാനി ഗ്രീൻ എനർജി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം 185 മെഗാവാട്ടിന്റെ വിൻഡ് എനർജി പ്രോജക്ട് ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്യുകയുണ്ടായി. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ഒഡീഷയിലെ ഒരു പ്രധാന ഹൈവേ പദ്ധതിക്കായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും 1552.11 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ലോകേഷ് മെഷീൻസ് ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി മാർച്ച് 6, 2026 ബോർഡ് യോഗം ചേരുമെന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഏവർക്കും ശുഭ സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.